ശബരിമലയിൽ അടിമുടി ക്രമക്കേടെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചും സ്വർണ്ണക്കൊള്ളയിലെ പ്രത്യേക അന്വേഷണ സംഘവും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ ഗുരുതരമായ ക്രമക്കേടുകളുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. ദ്വാരപാലക ശില്പങ്ങളുടെയും വാതിലിന്റെയും പകർപ്പ് സൃഷ്ടിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതി നൽകിയത് നിയമവിരുദ്ധമായാണ്. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ നിലനിൽക്കുമോ എന്ന് പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അഹമ്മദ് മുസ്തഫ കൊച്ചിയിൽ നിന്ന്. മുസ്തഫ, ഇന്നത്തെ കോടതി നടപടികൾക്കകത്ത് നിന്ന് ഗൗരവതരമായ എന്തൊക്കെ സംഗതികൾ പുറത്തുവരുന്നു? പ്രധാനമായി ഇന്ന് പറയുന്നത് കോടതി നിലവിൽ BNS പ്രകാരം കവർച്ചയുമായി ബന്ധപ്പെട്ട കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ കൂടി ഈ വിഷയം വരില്ല എന്ന് കോടതി പറയുന്നുണ്ട്. അതായത് അഴിമതി നിരോധന നിയമപ്രകാരം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ ശാസ്ത്രീയമായ ചില തെളിവെടുപ്പുകൾ കൂടി, പ്രത്യേകിച്ച് എത്ര സ്വർണം അവിടെ നിന്ന് ആകെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് സയന്റിഫിക് ആയ ഒരു പരിശോധനയ്ക്ക് കൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരിലേക്ക്, അവരുടെ ബന്ധപ്പെട്ട അധികൃതരിലേക്ക് അവരുടെ കൂടി ഒത്താശ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് കോടതി കൂടുതൽ സംശയം പ്രകടിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കേസ് സ്വർണ്ണപ്പാളി ഒരു നട തുറന്നിരിക്കുന്ന സമയത്ത് പോറ്റി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവിടേക്ക് വരാനും അവിടെ നിന്ന് പുതിയ ആളെ കൊണ്ടുവന്ന്, ഒരു നന്ദൻ എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്ന് അവിടെ നിന്ന് ആ വാതിലിന്റെ അതേ പകർപ്പ് സൃഷ്ടിക്കാനും, അതായത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് അതിന്റെ അതേ പകർപ്പ് സൃഷ്ടിക്കാനും ഒക്കെ അനുമതി നൽകി. ഇത് ഉദ്യോഗസ്ഥരുടെ ഒരു കൃത്യമായ ഇടപെടലില്ലാതെ, അവരുടെ സഹായമില്ലാതെ ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക്, അധികൃതർക്ക്, ബന്ധപ്പെട്ട ആളുകൾക്ക് ഇതിനകത്ത് കൃത്യമായ റോൾ ഉണ്ട് എന്നാണ് ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ വളരെ കൃത്യമായി തന്നെ ഈ 2025 ഇത് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടന്നു. അത് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ കൃത്യമായ ലംഘനമാണ്. മാത്രമല്ല ഒരു അടിയന്തര സാഹചര്യമുണ്ട് എന്ന് സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് ഇത് ഇപ്പോൾ തന്നെ ഇതാ കൊണ്ടുപോകണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാൻ ചില ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് 2018 മുതൽ ഇങ്ങോട്ട് മുഴുവൻ സാഹചര്യങ്ങളും അടിമുടി പരിശോധിക്കണം, കൃത്യമായി തന്നെ ക്രമക്കേടുകൾ വളരെ മൈന്യൂട്ടായി തന്നെ കൊണ്ടുപോകണം എന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഇന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട, അതായത് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ പോറ്റിയെയും അതോടൊപ്പം തന്നെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിനെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പുതിയ ഹർജി ഹൈക്കോടതി ഇന്നലെ രജിസ്റ്റർ ചെയ്യുന്നു. ഇന്ന് ആ ഹർജി കൂടി ഇതിനൊപ്പം പരിശോധിച്ചിട്ടുണ്ട്. ഇനി മുതൽ ആ SSCR റിപ്പോർട്ടിലെ നടപടിക്രമങ്ങൾ ഉണ്ടാകില്ല, അത് ഹൈക്കോടതി അവസാനിപ്പിച്ചിരിക്കുന്നു. പകരം പുതുതായി ഹൈക്കോടതി സ്വമേധയാ രജിസ്റ്റർ ചെയ്ത പുതിയ പെറ്റീഷനിലാണ് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉണ്ടാവുക. അതിനനുസരിച്ച് അതിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ നടപടി എന്ന് കോടതി പറയുന്നുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു കാര്യം കോടതി വിമർശനാത്മകമായി കണ്ടത്, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഈ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് നിന്ന് മിനിറ്റ്സ് രേഖകൾ ഉൾപ്പെടെ ഇത് SIT പിടിച്ചെടുത്തിരുന്നു. ആ പിടിച്ചെടുത്ത മിനിറ്റ്സ് ബുക്കിന്റെ രേഖകൾ, അതിലെ വിവരങ്ങളൊക്കെ SIT ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. വെങ്കിടേഷ് ADGP ആണ്. ശശിധരൻ അദ്ദേഹവും രണ്ടുപേരും ഇന്ന് കോടതിയിൽ ഉണ്ടായിരുന്നു. അവർ ഈ മിനിറ്റ്സിന്റെ കോപ്പി ഉൾപ്പെടെ ഹാജരാക്കുകയും അതിലെ വിവരങ്ങൾ, ചില ക്രമരഹിതമായ വിവരങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് ഹൈക്കോടതി കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തി. അതിനനുസരിച്ചാണ് അതിന് വിശദമായ പരിശോധന കോടതി തന്നെ നടത്തുകയും ചെയ്തത്. അങ്ങനെ പരിശോധിച്ചതിൽ നിന്ന് കോടതി തന്നെ പറയുകയാണ്, നിശ്ചിത സമയത്ത് ഇന്ന ഇടവേളകളിൽ ഇതിൽ ചില വിവരങ്ങൾ അപ്രത്യക്ഷമായിട്ടുണ്ട്, ചില വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല, ചില വിവരങ്ങൾ അതിനകത്ത് പരാമർശമേ ഇല്ല. അങ്ങനെ മിനിറ്റ്സ് ബുക്കിൽ ചില ക്രമക്കേടുകളുണ്ട്, അത് ഗുരുതരമായ ക്രമക്കേടാണെന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഒരു വശത്ത് മിനിറ്റ്സ് ബുക്ക് കൈകാര്യം ചെയ്യുന്നതിൽ, യോഗ തീരുമാനങ്ങൾ കൃത്യമായി മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നതിൽ ചില വീഴ്ചകൾ, അത് ബോധപൂർവമാണെന്ന് സംശയിക്കുന്നതിനാണ് തൊട്ടിപ്പുറത്ത് ശബരിമലയിൽ സന്നിധാനത്ത് വാതിൽപ്പാളിയുടെ പകർപ്പുണ്ടാക്കാനും അതിന് ബന്ധപ്പെട്ട ആളുകൾ